കഥ മരുമകൾ. രചന ഗംഗാശലഭം. ഹരിയേട്ടനരികിലിരിക്കുന്ന നേരം കണ്ണ് നിറഞ്ഞൊഴുകി. കാറിൻ്റെ സീറ്റിൽ അമർത്തി പിടിച്ചിരുന്ന എൻ്റെ കൈക്ക് മുകളിൽ ഹരിയേട്ടൻ കൈ ചേർക്കുന്നതറിഞ്ഞു. വിതുമ്പൽ ഒതുക്കിയിരിക്കുന്ന നേരം ഒരു വെളുത്ത കർച്ചീഫ് എനിക്ക് നേരെ നീട്ടി. ഒന്നും മിണ്ടാതെ ഞാനത് വാങ്ങി കണ്ണു തുടച്ചു. ആരതി ഒരുക്കാൻ മാളുവിൻ്റെ അമ്മയൊക്കെ നേരത്തെ പോയിരുന്നു. ഹരിയേട്ടൻ്റെ അമ്മയും ഞങ്ങൾ ഇറങ്ങുന്നതിന് കുറച്ചു മുന്നേ പോയി. മെയിൻ റോഡിൽ നിന്നും ഒരു ഇടവഴി കയറി മറ്റൊരിടവഴിക്ക് മുന്നിൽ ഞങ്ങളുടെ കാറ് വന്ന് നിന്നു. ഞാൻ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു കുത്തിറക്കമാണ്. ഓട്ടോ പോകും. വഴി സിമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കാറ് പോവില്ല, ഇറങ്ങിക്കോ, ഹരിയേട്ടൻ പറഞ്ഞിട്ട് കൈയെത്തിച്ച് കാറിൻ്റെ ഡോർ ലോക്ക് മാറ്റി തന്നു. ഞാൻ പതിയെ വഴിയിലേക്ക് ഇറങ്ങി നിന്നു. തികച്ചും അപരിചിതമായൊരു സ്ഥലം. ഇനി മുതൽ പരിചിതമാകാൻ പോകുന്ന ഒരു സ്ഥലം. ഹരിയേട്ടനും ഇറങ്ങിപ്പോന്നു. അപ്പോൾ കാറ് ചോദിച്ചില്ല. ഞാൻ തിരിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ ഹരിയേട്ടനെ മനസ്സിലായിട്ടുണ്ടാവണം. അത് രാജേഷിൻ്റെ കാറാണ്. അവൻ വീട്ടിൽ പോയിട്ട് വരും. നമുക്ക് റിസപ്ഷന് പോകണ്ടേ? രാജേഷ് ഹരിയേട്ടൻ്റെ കൂട്ടുകാരനും നാട്ടുകാരനും ഒക്കെയാണ്. ആളെക്കുറിച്ച് ഹരിയേട്ടൻ എന്നോട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. കാറിൽ വെച്ച് ആൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചിരുന്നത് ഞാൻ ഓർത്തു. അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ എന്തൊക്കെയാണാവോ മറുപടി കൊടുത്തത്. ഈ കാറിലാണ് ഹരിയേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നത്. അന്നും ഈ രാജേഷ് കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഈ കാറ് കണ്ടിട്ട് മധു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? 25 ലക്ഷം രൂപയുടെ കാറാണ്. നിനക്ക് കോളടിച്ചടി. നമ്മുടെ ഹരിസാറ് ഹൈ ലെവൽ പാർട്ടിയാണെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ നിനക്കവിടെ പ്രിൻസസ് ആയിട്ട് വാഴാടിയെന്ന്. അന്ന് അവൻ ആ കാറിൻ്റെ പേരും പറഞ്ഞിരുന്നു. എന്താണോ എന്തോ, ഞാൻ മറന്നുപോയി. എനിക്ക് ഈ കാറുകളെക്കുറിച്ചൊന്നും തീരെ ധാരണയില്ല. പിന്നെ ആഡംബരത്തിലൊന്നും അന്നും ഇന്നും എനിക്ക് കമ്പം തോന്നിയിട്ടില്ല. അതുകൊണ്ട് മറ്റൊരാളുടെ കാറാണെന്ന് അറിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വാ. ഹരിയേട്ടൻ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ കൈ പിടിച്ചു. ആദ്യം എനിക്കൊരു ചമ്മൽ തോന്നിയെങ്കിലും പിന്നെ ആളിൻ്റെ ഒപ്പം ഞാനും നടന്നു. ഹരിയേട്ടൻ്റെ അച്ഛനും മാളുവിൻ്റെ അച്ഛനും ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. ഒരു കുത്തിറക്കമാണ്. അതിൻ്റെ താഴെ പഴയ ഒരു ഓട് പാകിയ വീട്. ഞങ്ങളുടെ വീടിനേക്കാളും പഴക്കം താണും. മുൻവശത്തെ 2 മുറികൾ ടെറസാണെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ കല്യാണം പ്രമാണിച്ച് ചെയ്തതാവും. വലിയ പണക്കാരുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിടുന്നുവെന്ന ഭാവത്തിലുള്ള അച്ഛൻ്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാനൊരു കൊട്ടാരം പോലുള്ള വീടാണ് പ്രതീക്ഷിച്ചത്. അപ്പം മുതൽ വല്ലാത്തൊരു അപകർഷതാബോധം എന്നെ പിടികൂടിയിരുന്നു. എനിക്ക് അർഹതയില്ലാത്തത് എന്തോ എന്നെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ. ഇപ്പം ഈ വീട് കണ്ടപ്പോൾ, ഈ പരിസരം കണ്ടപ്പോൾ, ആ കാറ് ഹരിയേട്ടൻ്റെ അല്ലെന്ന് കേട്ടപ്പോൾ എന്തോ വല്ലാത്ത ആശ്വാസം. ടൗണിലാണെങ്കിലും ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ഒതുങ്ങിയ ഒരിടം. ശരിക്കും നമ്മുടെ നാട്ടിൻപുറം പോലൊക്കെ തോന്നും. എന്തായാലും എനിക്കിവിടം ഇഷ്ടമായി. വീടിന് മുന്നിലെത്തിയതും ഹരിയേട്ടൻ്റെ അമ്മ ആരതി ഒഴിഞ്ഞ് നിലവിളക്കും തന്നെന്നെ അകത്തേക്ക് കയറ്റി. അമ്മയുടെ മുഖത്ത് അല്പവും നീരസം കണ്ടില്ല. പൂജാമുറിയിൽ വിളക്ക് കൊണ്ട് വെക്കും നേരം ഞാൻ അവിടെ ആകെയൊന്ന് കണ്ണോടിച്ചു. ചുമരിലൊരാൾ ദൈവത്തിൻ്റെ വലിയ ചിത്രം. അത് കണ്ടപാടെ എൻ്റെ നെറ്റി ചുളിഞ്ഞു. എനിക്ക് ഇത്തരത്തിലുള്ള വിശ്വാസമോ അവിശ്വാസമോ ഒന്നുമില്ല. ഞാൻ അങ്ങനെയുള്ളവരെ ആരാധിക്കാറില്ലെങ്കിലും ആരാധിക്കുന്നവരോട് വിരോധവുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. പക്ഷെ അവരുടെ ചിത്രം എന്തിനാണ് പൂജാമുറിയിൽ ദൈവങ്ങൾ ഒപ്പം വയ്ക്കുന്നത്? അതുമാത്രം എനിക്ക് ദഹിച്ചില്ല. ഇനിയും എന്തൊക്കെയോ ദഹിക്കായികകൾ ഉണ്ടാകാൻ കിടക്കുന്നു എന്ന് ഓർത്തപ്പോൾ ഞാനൊന്ന് നെടുവീർപ്പിട്ടു. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അമ്മ എന്നെ സിറ്റ് ഔട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുറന്ന സിറ്റ് ഔട്ടല്ല, സിറ്റ് ഔട്ട് കം ഹാൾ എന്നൊക്കെ പറയാം. അവിടെ ഇരുന്നാണ് ഞാനും ഹരിയേട്ടനും പാലും പഴവും കഴിച്ചത്. എന്തൊക്കെ ചടങ്ങുകളാണ്. അത് കഴിഞ്ഞ് അമ്മ തന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പം പണിത മുറിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. നല്ല വലുപ്പത്തിൽ അടുക്കും ചിട്ടയുമുള്ള മുറി. 5:30ക്കാണ് റിസപ്ഷൻ തുടങ്ങുന്നത്. ഇപ്പം തന്നെ 4:40 കുളിക്കാനൊന്നും നിൽക്കണ്ട. ഈ സാരി മാറ്റി പുതിയ സാരി ഉടുക്കണം. ആ പടർന്ന കരിയൊക്കെ ഒന്ന് തുടച്ച് ശരിയാക്കണം. മുടിയൊന്നും മാറ്റണ്ട. കരിഞ്ഞ പൂവ് മാറ്റി വേറെ വെച്ചാൽ മതി. നമുക്കേ 5:15 ഇറങ്ങണ്ടേ? റൂമിലേക്ക് എൻ്റെ ഒപ്പം വന്ന മാളുവിനും മാളുവിൻ്റെ അമ്മയ്ക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അമ്മായി. ഈ മുടി കൂടി ഒന്ന് അഴിച്ചു കെട്ടണം. എവിടെയൊക്കെയോ ഹെയർ പിന്നുകൾ കുത്തിക്കയറുന്നുണ്ട്. നല്ല വേദന. എനിക്കിതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയാൽ മതിയെന്നാണ്.
അതിനൊന്നും നേരമില്ല മോളെ, കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് അമ്മായി പുറത്തേക്കിറങ്ങി ഒറ്റപ്പോക്ക്. ബെസ്റ്റ്. എല്ലാം ഇങ്ങോട്ടേ പറയൂ, റെഡിയായോ? 18-ാം നൂറ്റാണ്ടിന്ന് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. മാളു കുഞ്ഞമ്മയുടെ ചെവിയിൽ പറഞ്ഞതാണെങ്കിലും അവൾക്കടുത്ത് നിന്ന് ഞാനത് വ്യക്തമായി കേട്ടു. മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ മുഖം കൂടി കഴുകി. അമ്മായി വേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഉണങ്ങിപ്പിടിച്ച കണ്ണീരും വിയർപ്പും ഒക്കെ കൂടി ആകെ വല്ലാതായിരുന്നു. മുഖം കഴുകിയപ്പോൾ ഇത്തിരി ഒരു ആശ്വാസം കിട്ടി. പിന്നീടെല്ലാം ഷടപടേന്നായിരുന്നു. ആഭരണങ്ങൾ പോലും ഊരി മാറ്റാതെയാണ് ബ്ലൗസ് ഇട്ടതും സാരി ഉടുത്തതും ഒക്കെ. അധികം ആഭരണങ്ങളൊന്നുമില്ലാത്തത് കൊള്ളാം. മുടിയും അഴിച്ച് കെട്ടിയില്ല. ഉണങ്ങിയ പൂവ് മാറ്റി പുതിയത് ചൂടി. മുൻഭാഗം ചീപ്പ് കൊണ്ട് ശരിയാക്കി. കണ്ണെഴുതി. പൊട്ടുപോലും മാറ്റിയില്ല. മാറ്റി വയ്ക്കാൻ വേറെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ സമയം 5:40. പിന്നെയും തിരക്കുകളിലേക്ക് നിന്നു. ഇരുന്നും കാലും കഴിച്ച് അതിൻ്റെ കൂടെ തലവേദനയും. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ വന്നു. മധുവും മീനുവും വന്നപ്പോൾ അച്ഛമ്മയും അവർക്ക് പിറകെ കയറി വന്നു. മധു എൻ്റെ അടുത്തേക്ക് വന്നതും അവനെ പിടിച്ചു മാറ്റി ആയമ്മ ഇടയ്ക്ക് കയറി നിന്ന് കളഞ്ഞു. എന്നിട്ട് അവനെ നോക്കി കണ്ണുരുട്ടി കാണിക്കുകയും ചെയ്തു. ഇനി കല്യാണ മണ്ഡപത്തിലെ സീൻ ഇവിടെയെങ്ങാനും ആവർത്തിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ്. അമ്മയും കയറി വന്നു. ചിരിച്ചിട്ടാണ് വരുന്നത്. ഞാനും നിറഞ്ഞു ചിരിച്ചു. അപ്പോഴേക്കും അമ്മായി ഒരു വലിയ ഗ്ലാസ്സിൽ എന്തോ ജ്യൂസുമായിട്ട് വന്നു. കുടിക്കുമോളെ. ആകെ വല്ലാതായി കുഞ്ഞ്. എൻ്റെ തലയിലൊക്കെ തലോടി ആ ജ്യൂസ് ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. ഹരിയേട്ടൻ കുറച്ചു മാറി ആരോടോ സംസാരിച്ച് നിൽക്കുകയാണ്. കുടിക്ക്. അടുത്ത് നിന്ന് അവരെന്നെ അത് കുടിപ്പിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ സൂര്യൻ ഉദിച്ചതുപോലെയുണ്ട്. അമ്മയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും വല്ലാത്തൊരു ശൂന്യത എന്നെ വന്ന് മൂടി. അച്ഛനെയും അച്ഛമ്മയും ഞാൻ മിസ് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ അമ്മയെയും മീനുവിനെയും മധുവിനെയും അങ്ങനെയല്ല. പോകാൻ നേരം മീനു വന്നെന്നെ കെട്ടിപ്പിടിച്ചു. മധു മാറി നിന്നതേയുള്ളൂ. അച്ഛമ്മയെ പേടിച്ചാണോ അതോ ഹരിയേട്ടൻ്റെ അമ്മയെ പേടിച്ചോ ആവോ. ഇടയ്ക്ക് ഹരിയേട്ടൻ്റെ അമ്മ വന്ന് കഴിക്കാനായിട്ട് വിളിച്ചോണ്ട് പോയി. ഹരിയേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾക്കൊപ്പം തന്നെയാണ് കഴിക്കാനിരുന്നത്. എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഇറങ്ങിയില്ല. ക്ഷീണം കൊണ്ട് വിശപ്പൊക്കെ കെട്ടുപോയി. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ 9:30 മാളുവും കൂടെ വന്നു. സാരിയും ആഭരണവും മുടിയിലുണ്ടായിരുന്ന വച്ചുകെട്ടുമൊക്കെ അഴിച്ചു മാറ്റാൻ അവളാണ് സഹായിച്ചത്. ദേവുവിന് ശരിക്കും ഇത്രയും മുടിയുണ്ടായിരുന്നല്ലേ? എൻ്റെ നീണ്ട മുടിയിൽ പിടിച്ച് മാളു അത്ഭുതം കൂറി. ഞാൻ ചുമ്മാ ചിരിച്ചതേയുള്ളൂ. ഞാൻ കുളിക്കാൻ കയറിയതും അവൾ ഗുഡ് നൈറ്റും പറഞ്ഞു പോയി. ഹരിയേട്ടൻ്റെ വീട്ടിലേക്ക് ഏറ്റം കയറി ചെല്ലുന്നത് അവളുടെ വീടിരിക്കുന്നിടത്തേക്കാണ്. കുളിച്ചിറങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും സ്വർഗം കിട്ടിയതുപോലെ തോന്നി. മറുവീട് കാണാൻ അമ്മയൊക്കെ ആദ്യം ഇങ്ങോട്ടാണ് വന്നതത്രേ. വീട്ടിൽ വന്നിട്ടല്ലേ ഓഡിറ്റോറിയത്തിൽ വരുള്ളൂ. അവരിവിടെ വരും മുന്നേ അവിടെ എന്തൊക്കെയോ VIP-കൾ കാത്തു നിൽക്കുന്നു എന്നും പറഞ്ഞ് ഹരിയേട്ടൻ്റെ അമ്മ ഞങ്ങളെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു. അതുകൊണ്ട് അവരിവിടെ വന്നതൊന്നും അറിഞ്ഞില്ല. അമ്മയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന എൻ്റെ പഴയ കുറച്ച് തുണികളടങ്ങിയ ബാഗ് മുറിയിൽ വച്ചിരുന്നു. ഞാനത് തുറന്നു നോക്കി. ആദ്യം തന്നെ മൊബൈൽ കണ്ണിൽ പെട്ടു. അതെടുത്ത് ബെഡിൽ വച്ചിട്ട് പഴയൊരു ചുരിദാർ എടുത്തിട്ടു. എന്നിട്ട് അമ്മയെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴേക്കും ഡോറിൽ മുട്ട് കേട്ടു. ഹരിയേട്ടനാണ്. ആളിനും കുളിക്കണമല്ലോ. ഞാൻ പുറത്തിറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഹരിയേട്ടൻ്റെ അമ്മ കട്ടൻ ഇടുന്നു. ഹരിക്ക് തലവേദനയാണെന്ന് കട്ടൻ വേണമെന്ന് പറഞ്ഞു. എന്നെ കണ്ടതും അമ്മ പറഞ്ഞു, ഞാൻ ചെയ്യണോ അമ്മേ? പേടിച്ചാണ് ചോദിച്ചത്. ഇഷ്ടമാകുമോ എന്നറിയില്ലല്ലോ. വേണ്ട വേണ്ട, ഞാൻ ഇടുന്നതേ ഇവിടെ എല്ലാവർക്കും പിടിക്കൂ. മോളിവിടെ ഇരുന്നു. ഞാനിരിക്കാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. കുറച്ച് കഴിഞ്ഞതും ഹരിയേട്ടൻ വന്നു. അമ്മ ഞങ്ങൾക്ക് രണ്ടാൾക്കും കട്ടൻ ഗ്ലാസ്സിൽ പകർന്നു തന്നു. കയറിയിരിക്കരുത്, പെട്ടെന്ന് കിടന്നേക്കണം. ആ കൊച്ചിന് നല്ല ക്ഷീണമുണ്ട്. ഹരിയേട്ടനോടാണ്. ആളെന്നെ നോക്കി കണ്ണ് ചിമ്മി. ചുമ്മാ. എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, പോയി കിടന്നോ രണ്ടും. ഞാൻ ഞങ്ങളുടെ രണ്ടാളുടെയും ഗ്ലാസ് കഴുകി വെച്ച് കഴിഞ്ഞതും അമ്മ പറഞ്ഞു, എന്നോട് സെറ്റ് സാരി ഉടുക്കാനോ പാല് കൊണ്ടുപോകാനോ ഒന്നും ആരും പറഞ്ഞില്ല. ഹരിയേട്ടൻ്റെ അച്ഛനെയാണേൽ കണ്ടതുകൂടിയില്ല. ആ വീട്ടിൽ ഞങ്ങളല്ലാതെ വേറെ ബന്ധുക്കൾ ആരുമില്ലായിരുന്നു. ഞാനും ഹരിയേട്ടനും ഒന്നിച്ചാണ് റൂമിലേക്ക് പോയത്. റൂമിലേക്ക് കയറുമ്പോൾ എന്നെ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല തലവേദന. കിടന്നാലോ?
ഹരിയേട്ടൻ ചോദിച്ചതേ ഞാൻ തലകുലുക്കി. എൻ്റെ തലയാട്ടൽ കണ്ടിട്ടാകും ഹരിയേട്ടൻ ചിരിക്കുന്നുണ്ട്. കിടന്നെങ്കിലും ഉറങ്ങിയില്ല. ഹരിയേട്ടൻ കുറേ സംസാരിച്ചു. 10,000-ന് താഴെ ശമ്പളമുള്ള അച്ഛൻ്റെ ജോലിയുടെ മാത്രം ബലത്തിൽ വീട് നോക്കിയതും ഹരിയേട്ടനെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചതും കോളേജ് അധ്യാപകനാക്കിയതും ഒക്കെ അമ്മയുടെ മിടുക്കാണെന്ന്. കുറച്ചു നേരത്തെ സംസാരത്തിൽ നിന്ന് തന്നെ അമ്മ എന്ന ലോകത്ത് ചുറ്റും കറങ്ങുന്നൊരു കുഞ്ഞു ഗ്രഹമാണ് ഹരിയേട്ടൻ എന്ന് എനിക്ക് മനസ്സിലാക്കാനായി. ഞാൻ ഒന്നും മിണ്ടാതെ കേട്ട് കിടന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ അലാറം അടിക്കുന്നത് കേട്ടാണ് ഉണർന്നത്. ഹരിയേട്ടൻ്റെ മൊബൈലാണ്. സമയം നോക്കിയപ്പോൾ 5:30. അമ്മ 5 മണിക്ക് എണ്ണീക്കും. താൻ കുളിച്ചിട്ട് അടുക്കളയിലേക്ക് ചെല്ലെ. ഹരിയേട്ടൻ എണ്ണിക്കാതെ തന്നെ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബാഗിൽ നിന്നും മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിൽ കയറി. എല്ലാം അമ്മമയം. എന്താകുമോ എന്തോ. കുളിക്കിടെ ആലോചിച്ചു പോയി. കുളിച്ചിറങ്ങി അപ്പോഴേക്കും ആളുറക്കമായി. ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. ആഹാ, മോൾ ഉണർന്നോ? എന്നെ അടിമുടി നോക്കി ഒരു ചിരിയും ചോദ്യവും. ഞാനും ചിരിച്ചു. 6 മണിക്ക് കട്ടൻ ഉണ്ടാക്കൂ. ഇവിടെ രാവിലെ എല്ലാവരും ആദ്യം കട്ടനാണ് കുടിക്കാറ്. കാപ്പി കഴിക്കുമ്പോൾ ചായ കുടിക്കും. അവിടെ എങ്ങനെ? സാമ്പാറിനോ മറ്റോ പച്ചക്കറി നുറുക്കുകയാണമ്മ. അതിൽ ശ്രദ്ധിച്ചാണ് എന്നോട് ചോദ്യം. വീട്ടിൽ രാവിലെ എണീക്കുമ്പോൾ ചായയാ. കട്ടനിടാനൊക്കെ പ്രത്യേകിച്ച് സമയമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുത്തെ ശീലങ്ങളല്ലേ വേണ്ടത്. പച്ചക്കറിയിലാണ് ശ്രദ്ധ. എന്നാലും ഞാൻ തലയാട്ടി. ഞാനറിയാമേ. വേണ്ട, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഞാൻ അതിനും തലയാട്ടി. കട്ടന് വെള്ളം വയ്ക്കട്ടെ അമ്മേ? 6 മണിയാകാൻ കാത്തു നിന്നതുപോലെ ഞാൻ ചോദിച്ചു. വെറുതെ നിന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി ഞാനെങ്ങാനും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണാവൂ ഓടിപ്പോയി വെള്ളം വയ്ക്കുന്നത് കണ്ടു. ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കൽ മാത്രമായി എൻ്റെ ജോലി. നീ മോളെയും കൂട്ടി താഴെ കോവിലിൽ പോയിട്ട് വാ. ഹരിയേട്ടൻ എഴുന്നേറ്റ് കുളിച്ചു വന്ന് കട്ടൻ കുടിച്ചതും അമ്മ പറഞ്ഞു. ഹരിയേട്ടൻ റെഡിയാകാൻ പോയതും അമ്മ എനിക്കൊരു സെറ്റ് സാരി എടുത്തു തന്നു. എൻ്റെ വേറെ ഉണ്ടമ്മ. ഞാനത് വാങ്ങാൻ മടിച്ചു. ഇന്ന് പുത്തനുടുത്ത് വേണം പോകാൻ. ഇതുടുത്ത് പോയാൽ മതി. എനിക്ക് വാങ്ങിയതാ, ഞാൻ ഉടുത്തിട്ടില്ല. പിന്നെ തർക്കിക്കാതെ ഞാനത് വാങ്ങി. മോക്ക് ഉടുക്കാൻ അറിയാലോ അല്ലേ? എനിക്ക് തനിയെ ഉടുക്കാനേ അറിയൂ, ഉടുപ്പിക്കാൻ അറിഞ്ഞുകൂടാ. അമ്മ ഊർന്നു പോയ സാരി പിറകിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ തലകുലുക്കി. അമ്മ സാരി ഉടുക്കുന്നത് രസമാണ്. മുൻഭാഗം മാത്രം തോളിലുണ്ടാവും. ബാക്കിയൊക്കെ നടക്കുമ്പോൾ വലിച്ചിഴച്ചുകൊണ്ടാണ് നടപ്പ്. ഇടയ്ക്കിടെ എടുത്തു കുത്തും. പിന്നെയും താഴെ പോവും. അടിപ്പാവാടയൊക്കെ പകുതിയും വെളിയില. വീട്ടിലായതുകൊണ്ടാകും. എന്നാൽ പിന്നെ ഒരു നൈറ്റി ഇട്ടുകൂടെയെന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. ഹരിയേട്ടൻ റെഡിയായി വന്നപ്പോഴേക്കും ഞാനും പോയി ഒരുങ്ങി വന്നു. അമ്പലത്തിലേക്ക് ബൈക്കിലാണ് പോയത്. അമ്പലത്തിൽ നിന്നും തിരികെ വന്നപ്പോഴേ അമ്മ ഹരിയേട്ടൻ്റെ പ്ലേറ്റിൽ ഇഡ്ഡലിയും സാമ്പാറും വിളമ്പി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. കൂടെ ബൂസ്റ്റിട്ട പാലും. അച്ഛൻ കഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു. പുള്ളിക്കാരനെ കാണാനേ ഇല്ല. അല്ലെങ്കിലും ചില സീരിയലുകളിലെ പോലെ അച്ഛൻ ഇവിടെ വലിയ റോളൊന്നും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. ഡ്രസ്സൊക്കെ പിന്നെ മാറാം. മണി 9 നിങ്ങൾ കഴിക്ക്. ഹരിയേട്ടൻ എന്നെ ഒന്ന് നോക്കി കൈ കഴുകാൻ പോയി. ഞാനും പോയി കൈ കഴുകി വന്നപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ എനിക്കും ഇഡ്ഡലി എടുത്ത് വച്ചിരിക്കുന്നു. അതും 5 എണ്ണം. കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളി. 3-ൽ കൂടുതൽ ഞാൻ കഴിക്കാറില്ല. അതും എൻ്റെ അമ്മയുടെ ചെറിയ ഇഡ്ഡലി. ഇത് ഒരെണ്ണം തന്നെ 2 ഇഡ്ഡലിയുടെ വലുപ്പമുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയതാണാവോ? ഏതോ സിനിമയിൽ ഏതോ നടി ദൊഡ്ഡലി ഉണ്ടാക്കിയതുപോലെ ആകണം. എനിക്കിത്രയും വേണ്ടമ്മ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിപ്പിക്കാൻ തുടങ്ങി. ഒന്നും കഴിക്കാഞ്ഞിട്ടാ ഇങ്ങനെ മെലിഞ്ഞിരിക്കണത്. ഇനി ഞാൻ നേരെയാക്കി എടുത്തോളാം. ഇവിടെ കഴിക്കാനൊക്കെ ഇഷ്ടം പോലെയുണ്ട്. മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മതി, അമ്മ ഉണ്ടാക്കി തരാം. ഞാൻ അപ്പോഴും എൻ്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് നോക്കി അതിങ്ങനെ കഴിക്കുമെന്നറിയാതെ കണ്ണും മിഴിച്ചിരിക്കുകയായിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.